DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡു വിതരണം ജനുവരി മാസത്തിൽ എത്തുവാൻ പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് കേരളത്തിൽ നിലവിൽ കഴിഞ്ഞ ഗഡു വരെ ലഭിച്ച ലക്ഷക്കണക്കിന് പേർക്ക് ഇവിടുത്തെ ഭൂമി റെക്കോർഡുമായി ബന്ധപ്പെട്ട കാര്യം കൊണ്ട് കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുമെന്ന വാർത്ത വരുന്നത്. കേരളത്തിൽ 30 ലക്ഷത്തിനടുത്ത് കർഷകർക്ക് കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക്. പദ്ധതി ആരംഭിച്ചപ്പോൾ ആനുകൂല്യത്തിനായി PM കിസാൻ പോർട്ടലിലേക്ക് ഓൺലൈനായി നേരിട്ട് അപേക്ഷ നൽകിയാൽ മതിയായിരുന്നുവെങ്കിലും പിന്നീട് കർഷകരുടെ ആധികാരികത ഉറപ്പാക്കുവാൻ സംസ്ഥാനങ്ങളിലെ കൃഷി വകുപ്പുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ കതിർ എന്ന പേരുള്ള ഓൺലൈൻ സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ഇതിനായി തയ്യാറാക്കിയിരുന്നത്. എന്നാൽ പ്രധാനമായും കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യുക മാത്രമാണ് കതിർ ആപ്പ് മുഖേന സംസ്ഥാന കൃഷി വകുപ്പ് പ്രധാനമായും ചെയ്തിരുന്നത്. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായ വിവരങ്ങൾ പരിശോധിക്കുവാൻ 2025 അഗ്രിസ്റ്റാക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പും തീരുമാനിച്ചിരുന്നു. അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുമ്പോൾ ലഭിക്കുന്ന കർഷക ID കിസാൻ നിധി ആനുകൂല്യത്തിന് ആവശ്യമായി വരും. 2019 നിലവിൽ വന്ന പദ്ധതിയായതിനാൽ കിസാൻ സമ്മാൻ നിധിക്ക് അപേക്ഷ നൽകുമ്പോൾ 2018-19 സാമ്പത്തിക വർഷത്തെ കരമടച്ച രസീത് അന്നും ഇന്നും നിർബന്ധമാണ്. ഒരു കുടുംബത്തിലെ ഒരംഗത്തിനാണ് കിസാൻ നിധി ആനുകൂല്യം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പദ്ധതി ആനുകൂല്യം ലഭിക്കുവാൻ ആളുകൾ ഭൂമി ഭാഗം വെച്ച് സർക്കാരിനെ കബളിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്നതിനാലാണ് ഈ നിബന്ധന കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത്. പക്ഷേ ഭൂവുടമ മരണപ്പെട്ടാൽ ഭാര്യയുടെ അടക്കം മുതൽപേർ പേരിലെടുക്കുന്ന നികുതി രസീതുണ്ടായാൽ ആനുകൂല്യം നൽകാമെന്ന് കേന്ദ്രം വ്യവസ്ഥ ചെയ്തിരുന്നു. കേരള സംസ്ഥാന സർക്കാരിന്റെ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനിൽ പക്ഷേ ഇത്തരം നികുതി രസീതുകൾ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെ വരുമ്പോൾ കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾ വർഷാവർഷം ചെയ്യേണ്ടുന്ന ലാൻഡ് വെരിഫിക്കേഷൻ നടപടിയിൽ ഭൂവുടമ മരണപ്പെട്ടതിനാൽ ഭാര്യ മുതൽപേരിലൊടുക്കിയ നികുതി രസീത് ഇപ്പോഴുള്ളവർക്ക് വർഷത്തിൽ 6000 രൂപ ലഭിച്ചിരുന്ന ആനുകൂല്യം തുടർന്ന് ലഭിക്കാതെ വരുമെന്ന ആശങ്കയാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ലക്ഷത്തിലധികം കർഷകർക്ക് ഇത്തരത്തിൽ കിസാൻ ആനുകൂല്യം തടസ്സപ്പെടുമെന്നാണ് കരുതുന്നത്. ഒന്നിലധികം ആൾക്കാരുടെ പേരുകൾ നിങ്ങളുടെ കരമടച്ച രസീതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ റെക്കോർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ജോയിന്റ് ഭൂമിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാർമർ ID അപ്രൂവ് ആവുകയില്ല. അങ്ങനെയുള്ളവർക്ക് കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കിസാൻ നിധിയിലുള്ളവർ കർഷക ID എടുക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. കർഷക ID ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇനി വരുന്ന PM കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുമെന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നിങ്ങളുടെ ഫാർമർ ID അപ്രൂവ് ആക്കി എടുക്കുക. ഫാർമർ ID റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് കിസാൻ നിധി ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതാണ്. ഐഡന്റിഫയർ മിസ്മാച്ച്, നെയിം മിസ്മാച്ച് എന്നിവ കൊണ്ടൊക്കെയാണ് ഫാർമർ ID റിജക്റ്റ് ആയതെങ്കിൽ അക്കാര്യങ്ങൾ ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. എന്നാൽ ജോയിന്റ് ലാൻഡാണ് റിജക്ഷന് കാരണമായി വരുന്നതെങ്കിൽ നിലവിൽ അതിന് പരിഹാരമില്ല. ഇതുവരെ വിതരണം കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ EKYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം. ലാൻഡ് സീഡിംഗ് കറക്റ്റാണോ എന്ന് നോക്കണം. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കണം. ഇതിലേതെങ്കിലും കാരണം കൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളതെങ്കിൽ അക്കാര്യം പരിഹരിച്ചാൽ 22ാം ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡുക്കളും ലഭിക്കുന്നതാണ്. ഇതുവരെയും ഗഡുത്തുകകൾ മുടങ്ങിയിട്ടില്ലാത്ത കർഷകർ ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫാർമർ ID അപ്രൂവ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും EKYC ചെയ്യുവാൻ നിർദ്ദേശം വല്ലതും വന്നിട്ടുണ്ടോ എന്നും സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം. ജനുവരി മാസത്തിലാണ് അടുത്ത ഗഡുവിന്റെ വിതരണം ഉണ്ടാവുക എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കിസാൻ നിധിയിൽ ഇപ്പോൾ പുതുതായി അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കുന്നതാണ്. അതിന് ഫാർമർ ID നിർബന്ധമാണ്. കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.